ബ്യൂട്ടി തെറാപ്പിസ്റ്റിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാനിക്യൂർ. മാനിക്യൂർ കൈവിരലുകളുടെയും കൈകളുടെയും രൂപം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചികിത്സയെ മാനിക്യൂർ എന്ന് വിളിക്കുന്നു. ഫ്രീ എഡ്ജ് ഫൈലിംഗ് ചെയ്യുകയും രൂപപ്പെടുകയും കൈകൊണ്ട് മസാജ് ചെയ്യുകയും ഫിംഗർ നെയിൽ പോളിഷ് പ്രയോഗിക്കുകയും ചെയ്യുന്നതാണ് ഒരു മാനിക്യൂർ. ഇനി മാനിക്യൂറിൻ്റെ ഉദ്ദേശം: ഹാങ് നെയിൽ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് തടയുക, നഖത്തിൻ്റെ ഡാമേജസ് തടയുക, ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുക, ചർമ്മത്തിൻ്റെ ചുളിവുകൾ നിരുത്സാഹപ്പെടുത്തുക. പ്രിപ്പയറിംഗ് ദ വർക്ക് ഏരിയ അല്ലെങ്കിൽ ജോലി സ്ഥലം ഒരുക്കുക. ഒരു നല്ല ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആകാനുള്ള ആദ്യപടിയാണ് നല്ലൊരു തയ്യാറെടുപ്പ്. ഒരു ചികിത്സ നടത്തുമ്പോഴെല്ലാം എല്ലാ മെറ്റീരിയലുകളും ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും സുഗമമായി എത്തുന്ന രീതിയിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക. ട്രോളികൾ, അലമാരകൾ എന്നിവയെല്ലാം വൃത്തിയാക്കുക. ശുദ്ധമായ ടവൽസ്, അതായത് ക്ലീൻ ടവൽസ് മാത്രം വയ്ക്കുക. ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. വൃത്തിയുള്ള ജോലി സ്ഥലം നിലനിർത്തുക. മുമ്പും ശേഷവുമുള്ള എല്ലാ ഉപകരണങ്ങളും അണുവിമുക്തമാക്കുക. ഓരോ ചികിത്സയ്ക്കും മുമ്പും ശേഷവും തെറാപ്പിസ്റ്റ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. ഉപകരണങ്ങളും വസ്തുക്കളും. എമറി ബോർഡ്. ഇതിന് 2 വശങ്ങളുണ്ട്. നഖങ്ങൾ ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു കോഴ്സ് വശവും നഖങ്ങൾ രൂപപ്പെടുന്നതിനുള്ള ഒരു മികച്ച വശവും. ഓറഞ്ച് സ്റ്റിക്ക്. ഓറഞ്ച് സ്റ്റിക്കിൻ്റെ 2 അറ്റങ്ങളും വ്യത്യസ്ത ഉദ്ദേശമുണ്ട്. ബഫിംഗ് ക്രീം പ്രയോഗിക്കാൻ പോയിന്റ് ചെയ്ത വശമാണ് ഉപയോഗിക്കുന്നത്. മറുവശത്ത് ഒരു കോട്ടൺ വൂൾ ഉപയോഗിച്ച് ഡിപ്പ് ചെയ്യുമ്പോൾ ഫ്രീ എഡ്ജ് വൃത്തിയാക്കാൻ ഉപയോഗിക്കാം. ഈ കാണുന്ന ഇമേജസ് എമറി ബോർഡ്, ഓറഞ്ച് സ്റ്റിക്ക്, ക്യൂട്ടിക്കൽ നൈഫ്, ക്യൂട്ടിക്കൽ നിപ്പർ. അടുത്തതായി ക്യൂട്ടിക്കൽ നൈഫ്. ക്യൂട്ടിക്കൽസിനെ പിന്നോട്ട് തള്ളാനും ഡെഡ് സെൽസിനെ നീക്കം ചെയ്യാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്യൂട്ടിക്കൽ നിപ്പർ ഹാങ് നെയിൽസ് അതുപോലെ തന്നെ ഡെഡ് സെൽസ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്. നെയിൽ കട്ടർ നഖം മുറിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ടോ നെയിൽ ക്ലിപ്പേഴ്സ് കാൽ വിരൽ നഖം മുറിക്കാനും ചെറുതാക്കാനും ഉപയോഗിക്കുന്നു. നെയിൽ ബഫർ ബഫിംഗ് നഖങ്ങളിൽ ഷൈൻ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നെയിൽ ബ്രഷ് നഖങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു. ഈ കാണുന്ന ഇമേജസ് ടോ നെയിൽ ക്ലിപ്പേഴ്സ്, നെയിൽ ബഫർ, 3-way ബഫർ, ഹൂഫ് സ്റ്റിക്ക്, അതുപോലെ തന്നെ നെയിൽ ബ്രഷ്. ഇമേജിൽ കാണുന്നത് ഹാർഡ് സ്കിൻ റാസ് ഗ്രേറ്റർ എന്ന് പറയും. പെഡിക്യൂറിലാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അടുത്തതായി പ്യൂമിക് സ്റ്റോൺ, ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്യൂമിക് സ്റ്റോൺ. ഇതും ഏറ്റവും അധികം പെഡിക്യൂറിലാണ് യൂസ് ചെയ്യുന്നത്. കോൺട്രാഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ വിപരീത സൂചനകൾ. ഒരു ചികിത്സയുടെ മുഴുവൻ ഭാഗമോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് സുരക്ഷയിൽ നിന്ന് തടയുന്ന കാരണം, ലക്ഷണം അല്ലെങ്കിൽ സാഹചര്യം ഒരു വിപരീത സൂചനയാണ്. ഇതിൻ്റെ പല തരങ്ങളുണ്ട്. 2 തരങ്ങളാണ് മെയിനായിട്ടുള്ളത്. ആദ്യത്തേത് ചികിത്സയെ തടയുന്ന കോൺട്രാഇൻഡിക്കേഷൻസ്, അതായത് അത് തീരെ ചികിത്സിക്കാൻ കഴിയില്ല. സെക്കൻഡ് വൺ, കോൺട്രാഇൻഡിക്കേഷൻസ് ദാറ്റ് റെസ്ട്രിക്ട് ട്രീറ്റ്മെൻറ്റ്, അതായത് പ്രതിരോധിക്കുന്ന വിപരീത സൂചനകൾ.
കോൺട്രാഇൻഡിക്കേഷൻസ് ദാറ്റ് പ്രിവെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ചികിത്സയെ തടയുന്നത്. ഹീമോഫീലിയ, രക്തം എളുപ്പത്തിൽ കട്ട പിടിക്കാത്ത അപൂർവ രക്തസ്രാവം. ആത്രൈറ്റിസ്, ശരീരത്തിൽ ഒന്നോ അതിലധികമോ സന്ധികളുടെ വീക്കം. നഖത്തിൻ്റെ സോറിയാസിസ്, പകർച്ചവ്യാധിയില്ലാത്ത രോഗം. ഓണിക്കോളിസിസ്, നഖത്തിൻ്റെ ഫ്രീ എഡ്ജ് സെപ്പറേറ്റ് ചെയ്യും, അതായത് നെയിൽ ബെഡിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്ന നെയിൽസ്, അങ്ങനെയാണ് ഓണിക്കോളിസിസ് എന്ന് പറയുന്നത്. ടിനിയ, നഖങ്ങളിൽ മഞ്ഞയോ വെളുത്തയോ ആയ പാടുകൾ ഉണ്ടാക്കുന്ന ഒരു റിംഗ് വേമാണ് ടിനിയ. കോൺട്രാഇൻഡിക്കേഷൻസ് ദാറ്റ് റെസ്ട്രിക്റ്റ് ട്രീറ്റ്മെൻറ്റ്. സേവനത്തിൽ മാറ്റമോ പരിഷ്കരണമോ ആവശ്യമാകാവുന്ന ചില വിപരീത സൂചനകളാണിവ. ഓണിക്രോസിസ്, നഖങ്ങളുടെ വളർച്ചയും പൊട്ടലും. ലുക്കോണിയ, നെയിൽ പ്ലേറ്റ്സിൽ വെളുത്ത പാടുകൾ ഉണ്ടാകുന്ന. അടുത്തതായി ഫറോസ്. ആഘാതമോ പ്രായം, പരിക്ക് അല്ലെങ്കിൽ അനാരോഗ്യം മൂലമുണ്ടാകുന്ന നഖത്തിലെ വരപ്പുകൾ. ബോസ് ലൈൻസ്, നഖങ്ങൾക്ക് കുറുകെയുള്ള വരമ്പുകൾ അല്ലെങ്കിൽ ലൈൻസ്. ഓണിക്കോഫാജി, നഖത്തിലെ ഫ്രീ എഡ്ജസ്, നഖം കടിക്കുന്നത് കാരണം കൊണ്ട് ഫ്രീ എഡ്ജസ് വളരെ കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ് ഓണിക്കോഫാജി എന്ന് പറയുന്നത്. നെയിൽ സെപ്പറേഷൻ, നഖത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പുറത്തു വരികയോ അല്ലെങ്കിൽ നഖത്തിൽ നിന്ന് വേർപെടുകയോ ചെയ്യുന്ന അവസ്ഥ. അടുത്തത് ഇൻഗ്രോയിങ് നെയിൽസ്. ഇതിൽ നഖം വളർച്ചകളിൽ മാംസവുമായി വളരുന്നു, അണുബാധയ്ക്ക് കാരണമാകാം. സ്പ്ലിറ്റ് നെയിൽസ് അല്ലെങ്കിൽ ബ്രിട്ടിൽ നെയിൽസ്. സ്പ്ലിറ്റ് നെയിൽസ് ആൻഡ് ബ്രിട്ടിൽ നെയിൽസ്, ഇത് യൂഷ്വലി ഉണ്ടാവുന്നത് ഡ്രൈയിങ് ഏജൻറ്റ്സ്, ഡിറ്റർജൻസ്, സോപ്സ് എല്ലാം എടുക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ്. അടുത്തതായി അണുബാധ മൂലമുണ്ടാവുന്ന വേദന, ചുവപ്പ്, ഇതെല്ലാം കാണാം. മാനിക്യൂർ പ്രൊസീജിയർ. നഖങ്ങൾ ഫയൽ ചെയ്യുക, ഫ്രീ എഡ്ജസ് ഷേപ്പ് ചെയ്യുക, കൈ മസാജ് ചെയ്യുക, നെയിൽ പോളിഷ് പ്രയോഗിക്കുക തുടങ്ങിയ വിവിധ പ്രൊസീജിയേഴ്സാണ് മാനിക്യൂറിൽ ഉൾക്കൊള്ളുന്നത്. ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് അടിസ്ഥാന നടപടിക്രമങ്ങൾ. ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ അണുവിമുക്തമാക്കിയിട്ട് ഉണ്ടാവണം. ആവശ്യമായ എല്ലാ വസ്തുക്കളും ഉൽപ്പന്നങ്ങളും ആക്സസ് ചെയ്യാവുന്ന സ്ഥലത്ത് ക്രമീകരിച്ച് വയ്ക്കേണ്ടതാണ്. ഇത് ഉറപ്പാക്കേണ്ടതാണ്. കോൺട്രാഇൻഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. ക്ലയൻറ്റിൻ്റെ എല്ലാ ആഭരണങ്ങളും നീക്കം ചെയ്യുക. മാനിക്യൂർ സ്റ്റെപ്സ്. ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും ഏതെങ്കിലും കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് ഏത് തരത്തിലെ മാനിക്യൂർ ആണ് ചെയ്യേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ ക്ലയൻറ്റിനോട് ആവശ്യപ്പെടുക. ആദ്യം പഴയ നെയിൽ പോളിഷ് അല്ലെങ്കിൽ നെയിൽ പെയിൻറ്റ് നീക്കം ചെയ്യുക. നെയിൽ പ്ലേറ്റിൻ്റെ സ്വാഭാവികത, അതായത് നാച്ചുറൽ കണ്ടീഷൻ ഒന്ന് എക്സാമിൻ ചെയ്യുക. ആവശ്യമാണെങ്കിൽ ക്ലയൻറ്റിന് പ്രിഫറൻസ് കൊടുക്കുക, നഖത്തിൻ്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അണുവിമുക്തമാക്കിയ കത്രിക ഉപയോഗിച്ച് ചെയ്യുക. ഒരു എമറി ബോർഡ് ഉപയോഗിച്ച് നഖങ്ങൾ ഫയൽ ചെയ്യുക. ബീവെലിംഗ് ചെയ്യുക. ഓറഞ്ച് സ്റ്റിക്ക് ഉപയോഗിച്ച് അലങ്കരിച്ച ശേഷം മുറിവുകൾക്ക് ചുറ്റും ക്യൂട്ടിക്കൽ ക്രീം പുരട്ടി മൃദുവായിട്ട് മസാജ് ചെയ്യുക. ഈ കാണുന്നത് മാനിക്യൂറിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കാണുന്നത്.
ആദ്യത്തേത് പരിശോധിക്കുക, ക്ലയൻറ്റിൻ്റെ ഹാൻഡ്സ്. നെയിൽ പോളിഷ് ഡിസൈഡ് ചെയ്യുക. നെയിൽ പോളിഷ് ഏതെങ്കിലും നെയിൽ പെയിൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കളയുക. സിസേഴ്സ് വെച്ചിട്ട് നെയിൽ ഷേപ്പ് ചെയ്യുക, ഫയൽ ചെയ്യുക, ബീവെല്ലിങ് ചെയ്യുക. മാനിക്യൂർ സ്റ്റെപ്സ്. പാത്രത്തിൽ വെച്ചിരിക്കുന്ന ചെറു ചൂടുവെള്ളത്തിൻ്റെ താപനില പരിശോധിക്കുക. ക്ലയൻറ്റിൻ്റെ കൈകൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. വെള്ളത്തിൽ നിന്ന് ഒരു കൈ പുറത്തേക്കെടുത്ത് ഡ്രൈ ചെയ്യുക. ഇനി ക്യൂട്ടിക്കിൾസ് നീക്കം ചെയ്യാൻ ഒരു കോട്ടൺ ബഡ് യൂസ് ചെയ്യുക. നഖ അല്ലെങ്കിൽ നെയിൽ പ്ലേറ്റ്സ് നിന്നും എക്സസൈറ്റുള്ള ക്യൂട്ടിക്കിൾസ് നീക്കം ചെയ്യുക. അതിനായി നിങ്ങൾക്ക് ക്യൂട്ടിക്കൽ നൈഫ് യൂസ് ചെയ്യാം. അധിക ക്യൂട്ടിക്കിൾ ട്രിം ചെയ്യാൻ ക്യൂട്ടിക്കൽ നിപ്പേഴ്സ് ഉപയോഗിക്കാം. ഈ കാണുന്നത് മാനിക്യൂറിൻ്റെ അടുത്ത സ്റ്റെപ്സാണ്. ആദ്യത്തേത് ഓറഞ്ച് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാൻഡ്സ്. അതിൻ്റെ അടുത്ത് ക്യൂട്ടിക്കിൾസ് പുഷ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അടുത്തതായി നിപ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എക്സസൈറ്റുള്ള ക്യൂട്ടിക്കിൾസ് കളയുന്നതാണ് ഈ സ്റ്റെപ്സിലൂടെ കാണിച്ചിരിക്കുന്നത്. അടുത്തതായി മസാജിങ് സ്റ്റെപ്സ്. നല്ലൊരു മസാജിങ് മീഡിയ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കൈക്ക് ലൈറ്റ് ഫ്ലാഷ് മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അടുത്തതായി സർക്കുലർ തം ഫ്രിക്ഷൻസ് കൊടുക്കുക. സർക്കുലർ മൂവ്മെൻറ്റ്സ് ഫിംഗറിലും തമ്പിലും കൊടുക്കുക. അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഫിംഗേഴ്സിൽ ഇൻ ബിറ്റ്വീൻ ഫിംഗേഴ്സ് നല്ലതായിട്ട് പുള്ളും ട്വിസ്റ്റും ചെയ്ത് നല്ലൊരു മസാജ് കൊടുക്കുക. ഈ കാണുന്ന ഇമേജസ് മാനിക്യൂർ മസാജിങ് സ്റ്റെപ്സ് ആണ്. അപ്ലൈയിങ് നെയിൽ പോളിഷ്. അടിസ്ഥാന കോട്ട് ആപ്ലിക്കേഷൻ. സ്റ്റെപ്പ് 1 ബേസ് കോട്ട് ആപ്ലിക്കേഷൻ. പുറം തൊലിയിൽ നിന്ന് ആരംഭിക്കുന്ന അടിസ്ഥാന കോട്ട് പ്രയോഗിക്കുക. എല്ലായ്പ്പോഴും നഖത്തിൻ്റെ ഇടതിൽ നിന്ന് വലത്തോട്ട് പ്രവർത്തിപ്പിക്കുക. ഘട്ടം 2 പോളിഷിൻ്റെ നിറം തിരഞ്ഞെടുക്കുക. പോളിഷിൻ്റെ നിറം ക്ലയൻറ്റിൻ്റെ മുൻഗണന മനസ്സിൽ സൂക്ഷിക്കണം. ഘട്ടം 3 ബ്രഷ് തയ്യാറാക്കുക. നെയിൽ പോളിഷ് കുപ്പിയിൽ ബ്രഷ് മുക്കുക. വീണ്ടും മുക്കരുത്. അധിക പെയിൻറ്റ് വീണ്ടും കുപ്പിയിലേക്ക് തന്നെ ഒഴുകട്ടെ. സ്റ്റെപ്പ് 4 ആദ്യത്തെ കോട്ട്, ഫസ്റ്റ് കോട്ട്. ക്യൂട്ടിക്കിൽ നിന്ന് ആരംഭിച്ച് നഖത്തിൻ്റെ ബ്രഷിൻ്റെ സഹായത്തോടെ നെയിൽ പോളിഷ് പ്രയോഗിക്കുക. താഴേക്ക് അമർത്തി ഇടലിൽ നിന്ന് വലത്തേക്ക് നീക്കി ഒരു ഇരട്ട ഫിനിഷ് നേടുക. സീലിംഗ് ദ ടിപ്സ്. ഘട്ടം 5 ആദ്യത്തെ കോട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നെയിലിൻ്റെ ഇടതുവശത്തേക്ക് തിരിച്ചുപോയി ബ്രഷ് അരികിലേക്ക് വലിച്ചിടുക. നല്ലൊരു ഈവൻ ഫിനിഷ് ഇതും കൊണ്ട് കിട്ടും നമുക്ക്. അടുത്തതായി സ്റ്റെപ്പ് 6 ടോപ്പ് കോട്ട്. അടിസ്ഥാന കോട്ട് പ്രയോഗിക്കുമ്പോൾ കൃത്യമായി ചെയ്യുക. അതായത് നമ്മൾ ബേസ് കോട്ട് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു സ്റ്റെപ്പ് നമ്മൾ പിന്നെയും ചെയ്യുക. ഈ കാണുന്ന ഇമേജസ് നെയിൽ പോളിഷ് ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. നെയിൽ ഷേപ്സ്. നഖത്തിൻ്റെ ആകൃതികൾ. ഓരോ വ്യക്തികളുടെയും നഖത്തിൻ്റെ സവിശേഷമാണ്. നഖങ്ങൾ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പൊതുവായതും ഇഷ്ടപ്പെടുന്നതുമായ 5 ആകൃതികൾ ചതുരം, വൃത്താകാരം, ഓവൽ, സ്ക്വയർ എന്നിവയാണ്. ഓവൽ ഇത് ആകർഷകമായ നഖത്തിൻ്റെ ആകൃതിയാണ്. മാത്രമല്ല പല സ്ത്രീകളും ഇത് ഇഷ്ടപ്പെടുന്നു. ചതുരം ഈ നഖമാണ് ക്ലാസിക് അക്രിലിക് ആകൃതി. സ്ക്വയർ
ഇത് ചതുരത്തിൻ്റെയും ഓവലിൻ്റെയും സംയോജനമാണ്. സ്ക്വാവൽ എന്നാണ് പറയുന്നത്. റൗണ്ട്, മൃദുവായതും ശ്രദ്ധയില്ലാത്തതുമായ രൂപം സൃഷ്ടിക്കാൻ ഇത് പതിവായി ഉപയോഗിക്കുന്നു. അടുത്തത് പോയിൻ്റ്. ഈ നഖത്തിൻ്റെ ആകൃതികൾ മറ്റ് ആകൃതികളെക്കാട്ടിലും കുറവാണ്. ഒരു കൂർത്ത നഖത്തിന് നീളം സൃഷ്ടിക്കാനും കൈകൾ നേർത്തതായി കാണിക്കാനും കഴിയും. ഈ കാണുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെയിൽ ഷേപ്സ് ആണ്. ആഫ്റ്റർ കെയർ അഡ്വൈസ്. പ്രഭാവം കൂടുതൽ കാലം നിലനിൽക്കണം എന്നുറപ്പാക്കാൻ മാനിക്യൂർ കഴിഞ്ഞ് ഉണങ്ങാൻ ആവശ്യമായ സമയം നൽകുക. ഗാർഹിക ജോലികൾ ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് ഗ്ലൗസുകൾ ധരിക്കുക. ഹാൻഡ് ക്രീമുകൾ പതിവായി ഉപയോഗിക്കണം. ധാരാളം വെള്ളം കുടിക്കുക. അസിറ്റോൺ ഫ്രീ ആയിട്ടുള്ള നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിക്കുക. കൈ കഴുകാൻ ഹാൻഡ് സോപ്പും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മൃദുവായതും തിളക്കമുള്ളതുമായ കൈകൾ പതിവായി മാനിക്യൂർ ചെയ്യുന്നത് നല്ലതാണ്. ഓരോ 2 മുതൽ 4 ആഴ്ചകളിലും മാനിക്യൂർ ചെയ്യുന്നത് നല്ലതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനിക്യൂറും അതിൻ്റെ സ്റ്റെപ്സും ആഫ്റ്റർ കെയർ അഡ്വൈസും ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് നെയിൽസും ഒക്കെയാണ്. ഏവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി.